ويؤثر عن الإمام علي بن أبي طالب رضي الله عنه قوله العلم نقطة كثرها الجاهلون. ونقل الشيخ بكر رحمه الله أقوالا نفيسة لبعض العلماء في هذا الباب نختار منها. قال ابن عبد البر رحمه الله, ഇബ്നു അബ്ദുൽ ബർ റഹിമഹുള്ള പറയാൻ, ലൗ സകത മൻ ലാ യഅലമു സഖതൽ ഇഖ്തിലാഫ്, അറിയാത്ത ഓൻ മിണ്ടാതിരുന്നാൽ തന്നെ എന്ത് ചെയ്യും, കുറേ ഇഖ്തിലാഫ് കുറഞ്ഞു കിട്ടുന്നതാണ്. ഖാലൽ ഇമാം അശ്ശാഫിഈ റഹിമഹുല്ലാ ഫൽ വാജിബു അലൽ ആലമീൻ, ലോകർക്ക് ആകമാനം അവരുടെ മേൽ നിർബന്ധമായ വിഷയമാണ് അൻ ലാ യഖൂലു ഇല്ലാ മിൻ ഹൈസു അലിമു, അറിഞ്ഞ വിഷയമല്ലാത്ത എന്ത് ചെയ്യരുത്, മറ്റൊന്നും പറയരുത്. വഖദ് തകല്ലമ ഫിൽ ഇൽമി മൻ ലൗ അംസക അൻ ബഅദി മാ തകല്ലമ ഫീഹി മിൻഹു ലകാന ഇംസാകു ഔലാ ബിഹി. ചില ആളുകൾ ഇൽമിൻ്റെ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട്, അവർ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണെന്ത് ഏറ്റവും നല്ലത്. വ അഖ്റബ മിനസ് സലാമത്തി ലഹു ഇൻഷാ അല്ലാഹ്, ഏറ്റവും സുരക്ഷിതമായത് അവർ സംസാരിക്കാതിരുന്നാൽ തന്നെ എന്ത് ചെയ്യും, ലോകം അവരുടെ ഷർറിൽ നിന്ന് രക്ഷപ്പെടും എന്ന് പറഞ്ഞു വെക്കാൻ. ഖാല അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാ ഇദാ തകല്ലമ അൽ മർഉ ഫീ ഗൈരി ഫന്നിഹി അതാ ബിഹാദിഹി അൽ അജായിബ്. വളരെ വ്യക്തമാണ്, അതായത് നമ്മുടെ ഫന്നല്ലാത്ത വിഷയത്തിൽ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത്ഭുതങ്ങളൊക്കെ നമ്മൾ പറയും, ഒന്നും ഇല്ലാത്തതൊക്കെ എന്ത് ചെയ്യും, കുറേ പറയുന്ന അവസ്ഥ ഉണ്ടാവും. ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വിഷയം പറയും, ഒരു മുഹന്ദിസ് എഞ്ചിനീയറിനെ സംബന്ധിച്ചിടത്തോളം ആ വിഷയം പറയും. അപ്പോൾ അവർക്ക് അത് അറിയുന്ന മേഖലയാണ്. അതേപോലെയാണ് ദീനി വിഷയം പറയേണ്ടത് ആരാ, ദീൻ അറിയുന്ന ആളുകളാണ്. ഇനി ദീൻ അറിയാത്ത ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, ഒരുപാട് അജായിബുകൾ, അത്ഭുതങ്ങൾ എന്ത് ചെയ്യും, അവർ പറഞ്ഞു വെക്കും എന്ന് ഇബ്നു ഹജർ റഹിമഹുല്ല പറയാം. അപ്പോൾ അതിൽ ഷെയ്ഖ് സ്വാലിഹ് അൽ ഹുസൈമി ഹഫ്ളഹുല്ല പറയുന്ന ഒരു സംഭവമുണ്ട്. ഇമാം ബുഖാരി റഹ്മഹുല്ലയുടെ സ്വഹീഹിനെ കുറിച്ച് പറയുമ്പോൾ ജമഅഹു എന്നുണ്ട്, ജമഅഹു എന്ന് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരാൾ വായിക്കുന്നത് പേരായിട്ടാണ് വായിക്കുന്നത്, ജുമഅ എന്നൊക്കെ എന്ത് ചെയ്യും, പേരായിട്ട് വായിച്ചിട്ട് എന്ത് ചെയ്യും, ഇതാണ് ഷെയ്ഖിൻ്റെ പേര്. കുറേ ആൾക്കാർ പറഞ്ഞത് ഷെയ്ഖിൻ്റെ പേര് ഇങ്ങനെയാണെന്നാണ് എല്ലാവരും പറഞ്ഞു വെച്ചത്, ഇമാം ബുഖാരി എന്നാണല്ല, ജുമഅ എന്ന് പറഞ്ഞിട്ടാണ് ഷെയ്ഖിൻ്റെ പേര് തുടങ്ങുന്നത് എന്ന് പുതിയൊരു കാര്യം എന്ത് ചെയ്യും, അദ്ദേഹം പറയും. അപ്പോൾ അത്രയും വലിയ വിഡ്ഢിത്തരം പറയാൻ കാരണം എന്താ, ഇതിൻ്റെ ആളല്ല, ഈ ഫന്നിൻ്റെ ആളല്ല. അതേപോലെ തന്നെ ഹദീസ് വായിക്കുന്ന സമയത്ത് എന്തുണ്ടാവും, ഹദീസ് വായിക്കുന്ന സമയത്ത് റിപ്പോർട്ടർമാരുടെ ചങ്ങലുണ്ടാവും, ചെയിൻ ഉണ്ടാവും. അതിൽ ഹദ്ദസന എന്നതിന് പകരം ഷോർട്ടാക്കിയിട്ടാണ് കൊടുക്കുക, സന എന്നാണ് കൊടുക്കുക, സാവും നാവും. അതിൻ്റെ ഉദ്ദേശം എന്താ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മുഹമ്മദ് അബ്ദുള്ള, അപ്പോൾ ഞാൻ പറയാണ് ഹദ്ദസന, എനിക്ക് റിപ്പോർട്ട് ചെയ്തു ആര്, മുഹമ്മദ്, അൻ, ഇങ്ങനെ പറഞ്ഞു പോകും. അതിനുശേഷം സന കൊടുക്കും. അപ്പോൾ അവിടെ നമ്മൾ മൊത്തം വായിക്കണം, ഹദ്ദസന ഹദ്ദസന എന്നാണ് എന്ത് ചെയ്യേണ്ടത്, വായിക്കേണ്ടത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് റിപ്പോർട്ട് ചെയ്ത് തന്നു എന്നാണ്. അപ്പോൾ ഇദ്ദേഹം പറയാണ് സന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുകഴ്ത്തി എന്നാണ്. ഇയാൾ എന്ത് ചെയ്തു, ഇപ്പുറത്തെ ആളെ പുകഴ്ത്തി, ഇതിൻ്റെ ആൾ മറ്റേ ആളെ പുകഴ്ത്തി. അപ്പോൾ സന എന്ന് പറഞ്ഞാൽ അറബിയിൽ എന്തുണ്ട്, പുകഴ്ത്തിന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫന്നല്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, അജായിബുകൾ വരാനുള്ള കാരണം എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് എന്ത് ചെയ്യും, അജായിബുകൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ആളുകളുടെ മുമ്പിൽ വഷളാകുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, അവരുടെ ഫന്നല്ലാത്ത വിഷയം കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്നാണ്. സുഫിയാനു സൗരി റഹ്മുല്ല പറയാൻ, ഒരുപാട് മുഹദ്ദിസുകൾ ഉള്ള ഒരു സന്ദർഭത്തിൽ സുഫിയാനു സൗരി റഹ്മുല്ല പറഞ്ഞു വെക്കുന്നത്, അവലൈസ ഖദ് യുദ്റബു മസലുൻ, ഒരു ഉദാഹരണം പറയാറില്ലേ, ഇദാ കസുറൽ മല്ലാഹൂന ഗർഖത്തിസ് സഫീന, ഒരുപാട് കപ്പിത്താന്മാരുണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കപ്പൽ മുങ്ങിപ്പോകുന്നതാണ്. അതുപോലെയാണ് ഈ പറഞ്ഞ അർഹരല്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഷെറാണ് എന്ത് ചെയ്യുക, കൂടുക, നന്മ അല്ല ഉണ്ടാവുക, ഷെറാണ് വർദ്ധിക്കുക. ഇബ്നു ഹസം റഹിമഹുല്ലാ പറയാം, ലാ ആഫത അലൽ ഉലൂമി വ അഹ്ലിഹ, അറിവിൻ്റെ ആളുകൾക്കുമുള്ള ഏറ്റവും വലിയ അപകടമാണ് അലറ മിനദ് ദുഖലാഇ ഫീഹ വഹും മിൻ ഗൈരി അഹ്ലിഹ, അറിവിൻ്റെ ആളുകളല്ലാത്ത ആളുകൾ എന്ത് ചെയ്തു, അതിൽ പ്രവേശിച്ചു. ഫഇന്നഹും യജ്ഹലൂന വയളുന്നൂന അന്നഹും യഅലമൂൻ, അവർ വിചാരിക്കുന്നത് അവർക്കൊക്കെ അറിയാമെന്നാണ്, പക്ഷെ എന്താണ്, അവർ ജാഹിലിങ്ങളാണ്. വയുഫ്സിദൂൻ, അവർ ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളാണ്. വയുഖദ്ദിറൂന അന്നഹും യുസ്ലിഹൂൻ, അവർ വിചാരിക്കുന്നത് അവർ സുൽഹ് ഉണ്ടാക്കുന്നു എന്നാണ്, പ്രത്യക്ഷത്തിൽ സത്യത്തിൽ അവർ ചെയ്യുന്നത് എന്താണ്, ഫസാദാണ് അവർ ഉണ്ടാക്കുന്നത്.